നമ്മൾ സ്റ്റാമർ എന്നുള്ളൊരു പോയമാണ് പഠിക്കുന്നത്. ചെറിയ പോയമാണെങ്കിലും വളരെ ഡിഫിക്കൽട്ടായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പോയമാണിത്. ലൈൻസ് ഡയറക്റ്റായിട്ട് മീനിങ് ഉണ്ടെങ്കിലും അതിന് ഇൻഡയറക്റ്റ് മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്ന് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുക എന്നുള്ളത് കൊണ്ട് ശരിക്കും പഠിച്ചിട്ട് പോവുക. ദ പോയറ്റ് സ്റ്റാർട്ട്സ് ദ പോയം ബൈ ഗിവിങ് എ ഡെഫിനിഷൻ ടു സ്റ്റാമർ. സ്റ്റാമർ ഈസ് നോ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. സ്റ്റാമർ ഒരു ഹാൻഡിക്യാപ്പ് അല്ല, ഒരു അംഗവൈകല്യമല്ല. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്, ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് സ്പീക്കിംഗ്. സ്പീക്കിങ്ങിൻ്റെ ഒരു മെത്തേഡ് മാത്രമാണ് സ്റ്റാമർ. നമ്മൾ പല രീതിയിൽ സംസാരിക്കാറില്ലേ? ഉച്ചത്തിൽ സംസാരിക്കും, പെതുക്കെ സംസാരിക്കും, സ്ലോ ആയിട്ട് സംസാരിക്കും, സ്പീഡിൽ സംസാരിക്കും. അത്തരത്തിലുള്ള ഒരു സംസാര രീതി മാത്രമാണ് സ്റ്റാമർ. സ്റ്റാമർ ഈസ് നോട്ട് എ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് സ്പീക്കിംഗ്. Stammer is a silence. He defines stammer. Stammer is a silence that falls between the word and its meaning. വാക്കിനും അതിൻ്റെ അർത്ഥത്തിനും ഇടയിൽ വരുന്ന സൈലൻസിനാണ് സ്റ്റാമർ എന്ന് പറയുന്നത്. അപ്പോൾ സൈലൻസ് എന്നൊരു വേർഡുണ്ട്. എന്തിനാണ് സൈലൻസ് കാണിക്കുന്നത്? ഇനാക്ടിവിറ്റിയാണ് സൈലൻസ് കാണിക്കുന്നത്. സ്റ്റാമർ ഇസ് എ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. വാക്കിനും പ്രവർത്തിക്കും ഇടയിലുള്ള സൈലൻസിനാണ് സ്റ്റാമർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അറിയേണ്ടത് എന്തുകൊണ്ട് കവി അങ്ങനെ പറയുന്നു. വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് സ്റ്റാമർ ഈസ് എ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്? വൈ? ബിക്കോസ് സ്റ്റാമറിങ് പീപ്പിൾ ആർ സ്ലോ ഇൻ സ്പീക്കിംഗ്. സ്റ്റാമറിങ് ആയിട്ടുള്ള ആളുകൾ സ്പീക്കിങ്ങിൽ വളരെ സ്ലോ ആണ്. ഇറ്റ് ടേക്സ് സം ടൈം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ സേയിങ്, ഓർ ഇറ്റ് ടേക്സ് സം ടൈം ടു കംപ്ലീറ്റ് ദെയർ സ്പീച്ച്, ടു ഗെറ്റ് ദെയർ ഐഡിയാസ് കംപ്ലീറ്റ്ലി. സ്റ്റാമറിങ് ആയിട്ടുള്ള ഒരാളുടെ ഐഡിയ കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇറ്റ് ടേക്സ് സം ടൈം, ഇത്തിരി സമയം എടുക്കും. ദാറ്റ് ഈസ് വൈ it is said that there is a gap between, there is a silence between the word and its meaning. വാക്കുകൾ വന്ന് അതിൻ്റെ അർത്ഥം സംഗ്രഹിച്ചെടുക്കാൻ ഒരു ചെറിയ സമയം എടുക്കും. I'll explain it in English. The poet says that stammer is a silence that falls between the word and its meaning. Why? Because stammering people are slow in speech. It takes some time to understand what they are saying. ഇത് വെച്ച stammering people are slow in speaking. It takes some time to complete their speech. Just as comparison ഏത് ഫിഗർ ഓഫ് സ്പീച്ചാ? സിമിലി. സ്റ്റാമർ ഈസ് കമ്പയർഡ് ടു ലെയിംനെസ്, മുടന്ത്. സ്റ്റാമർ എന്ന് വെച്ചാൽ വിക്ക്, ലെയിംനെസ് എന്ന് വെച്ചാൽ മുടന്ത്. സ്റ്റാമറിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുക? ലെയിംനെസ്സുമായിട്ട്. മുടന്ത്, വിക്കിനെ മുടന്തുമായിട്ട് കമ്പയർ ചെയ്യുക. എന്താണ് രണ്ടും തമ്മിൽ കോമൺ ആയിട്ടുള്ളത്? ലെയിംനെസ് ഈസ് ദ സൈലൻസ്, അഗെയിൻ ഇനാക്ടിവിറ്റി, ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ദ ഡീഡ്. വാട്ട് ഈസ് ലെയിംനെസ്? ലെയിംനെസ് വാക്കിനും പ്രവൃത്തിക്കും ഇടയിലുള്ള സൈലൻസ് ആണ്. സ്റ്റാമർ വാക്കിനും മീനിങ്ങിനും ഇടയിലുള്ള സൈലൻസ് ആണെങ്കിൽ ലെയിംനെസ് വാക്കിനും പ്രവൃത്തിക്കും ഇടയിലുള്ള സൈലൻസ് ആണ്. ലെയിംനെസ് ഈസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ദ ഡീഡ്. വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ലെയിംനെസ് ഈസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ദ ഡീഡ്? ബിക്കോസ് ദോസ് ഹു ലെയിം, നമ്മൾ ലെയിമിംഗ് പീപ്പിൾ എന്ന് പറയത്തില്ല, സ്റ്റാമറിംഗ് പീപ്പിൾ എന്ന് പറയുന്ന പോലെ, ദോസ് ഹു ലെയിം ആർ സ്ലോ ഇൻ ആക്ഷൻ. ലെയിം ചെയ്യുന്നവരൊക്കെ ആക്ഷനിൽ വളരെ സ്ലോ ആണ്. സോ ഇറ്റ് ടേക്സ് സം ടൈം ടു കംപ്ലീറ്റ് ദെയർ ആക്ഷൻ. ഇറ്റ് ടേക്സ് സം ടൈം ടു കംപ്ലീറ്റ് ദെയർ ആക്ഷൻ. അവരുടെ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇത്തിരി സമയമെടുക്കും. അതുകൊണ്ടാണ് ലെയിമിംഗ് പീപ്പിളിനെ, ലെയിംനെസ്സിനെ സൈലൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. സോ ദ പോയറ്റ് സേസ് ദാറ്റ് സ്റ്റാമർ ഈസ് എ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. ബിക്കോസ് സ്റ്റാമറിംഗ് പീപ്പിൾ ആർ സ്ലോ ഇൻ സ്പീക്കിംഗ്, ഇറ്റ് ടേക്സ് സം ടൈം ടു കംപ്ലീറ്റ് ദെയർ സ്പീച്ച്. And he compares stammer to lameness, where he uses a simile, and lameness is the silence that falls between the word and the deed. Why does the poet say so? Because those who lame are slow in action, it takes some time to complete their action. So there is an inactivity being mentioned. Now there are a few questions. Did Stammer precede language or succeed it? Precede എന്ന് വെച്ചാൽ മുൻപേ വരിക, സക്സീഡ് എന്ന് വെച്ചാൽ ശേഷം വരിക. സ്റ്റാമർ മുമ്പേ ആണോ വരുന്നത്, ശേഷമാണോ? സ്റ്റാമർ ആണോ മുമ്പേ വരുന്നത്, അതോ വാക്കാണോ മുമ്പേ വരുന്നത്, ലാംഗ്വേജ് ആണോ മുമ്പേ വരുന്നത്? ഡിഡ് സ്റ്റാമർ പ്രൊസീഡ് ലാംഗ്വേജ് ഓർ സക്സീഡ് ഇറ്റ്?
ഈസ് ഇറ്റ് ഓൺലി എ ഡയലക്റ്റ് ഓർ എ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്? സ്റ്റാമർ എന്ന് പറയുന്നത് ഒരു ഡയലക്റ്റ് ആണോ അതോ ലാംഗ്വേജ് തന്നെയാണോ? ഡയലക്റ്റ് എന്താ? റീജിയണൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ്. റീജിയണൽ വെറൈറ്റി, ഒരു ഭാഷയുടെ റീജിയണൽ വെറൈറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ഡയലക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മലയാളത്തിന് സ്ലാങ്സ് ആണുള്ളത്, ഡയലക്റ്റുകളില്ല. അപ്പോൾ ഒരു ഭാഷയുടെ ഡയലക്റ്റ് ആണോ അതോ ഇത് ഒരു ലാംഗ്വേജ് തന്നെയാണോ? ഈസ് ഇറ്റ് ഓൺലി എ ഡയലക്റ്റ് ഓർ എ ലാംഗ്വേജ്? ലാംഗ്വേജ് ഇറ്റ് സെൽഫ്. ദീസ് ക്വസ്റ്റ്യൻ മേക്ക് ദ ലിംഗ്വിസ്റ്റ് സ്റ്റാമർ. ഹൂ ഇസ് എ ലിംഗ്വിസ്റ്റ്? someone who studies language സയൻറ്റിഫിക്കലി. ലാംഗ്വേജിനെ സയൻറ്റിഫിക്കായിട്ട് പഠിക്കുന്ന ആളെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത്. ലാംഗ്വേജിനെ പറ്റി ആധികാരികമായിട്ട് മറുപടി പറയേണ്ട ആളാണ് ലിംഗ്വിസ്റ്റ്. പക്ഷേ പുള്ളി പോലും സ്റ്റാമർ ചെയ്തു, വിക്കി പോയി ചോദ്യങ്ങൾ കേട്ട. സോ വാട്ട് ക്വസ്റ്റ്യൻസ് മേക്ക് ദ ലിംഗ്വിസ്റ്റ് സ്റ്റാമർ? ലിംഗ്വിസ്റ്റിനെ സ്റ്റാമർ ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ദ ക്വസ്റ്റ്യൻസ് വെദർ സ്റ്റാമർ പ്രൊസീഡഡ് ലാംഗ്വേജ് ഓർ സക്സീഡഡ് ഇറ്റ്. സ്റ്റാമർ ലാംഗ്വേജിന് മുമ്പാണോ വരുന്നത്, ലാംഗ്വേജിന് ശേഷമാണോ? ആൻഡ് ദ ക്വസ്റ്റ്യൻ വെദർ ഇറ്റ് ഈസ് എ ഡയലക്റ്റ് ഓർ എ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്. ഇതൊരു ഡയലക്റ്റ് ആണോ ലാംഗ്വേജ് ആണോ എന്നുള്ള ചോദ്യം. ഈ രണ്ട് ചോദ്യമാണ് ലിംഗ്വിസ്റ്റിനെ സ്റ്റാമർ ചെയ്യിക്കുന്നത്. സോ വാട്ട് മേക്സ് ദ ലിംഗ്വിസ്റ്റ് സ്റ്റാമർ? ദ ക്വസ്റ്റ്യൻസ് വെദർ സ്റ്റാമർ പ്രൊസീഡ്സ് ലാംഗ്വേജ് ഓർ സക്സീഡ്സ് ഇറ്റ്, ആൻഡ് വെദർ ഇറ്റ് ഈസ് എ ഡയലക്റ്റ് ഓർ എ ലാംഗ്വേജ് മേക്ക് ദ ലിംഗ്വിസ്റ്റ് സ്റ്റാമർ. ഈച്ച് ടൈം വി സ്റ്റാമർ, ഓരോ തവണ നമ്മൾ വിൽക്കുമ്പോഴും വി ആർ ഓഫറിങ് എ സാക്രിഫൈസ്, നമ്മൾ ഒരു ബലി കൊടുക്കുകയാണ്, ഒരു സമർപ്പണം കൊടുക്കുകയാണ്. ആർക്ക്? ടു ദ ഗോഡ് ഓഫ് മീനിങ്സ്. നമ്മൾ ഗോഡ് ഓഫ് മീനിങ്സിന് ഒരു വഴിപാട് ചെയ്യുന്ന പോലെയാണ്. വൈ? ബിക്കോസ് ഗോഡ് ഓഫ് മീനിങ്സ്, നമ്മൾ വാഗ്ദേവത സരസ്വതി ദേവി എന്ന് പറയും. ഗോഡ് ഓഫ് മീനിങ്സ് ഗീവ്സ് അസ് വേർഡ്സ്. നമുക്കാരാ വാക്ക് തരുന്നത്? ഗോഡ് ഓഫ് മീനിങ്സ് ആണ്. ആൻഡ് വെൻ വി സ്റ്റാമർ, നമ്മൾ വിൽക്കുന്ന സമയത്ത് God of meanings get some time. God of meaningന് കുറച്ച് സമയം കിട്ടും. എന്തിന്? ടു ചൂസ് ദ നെക്സ്റ്റ് വേർഡ്, അടുത്ത വാക്ക് ചൂസ് ചെയ്യാനായിട്ട്. സോ God of meanings gives us words. When we stammer, God of meanings gets some time to choose the next word. God of meaning in the rest kittum. That is why the poet says that when we stammer, we are offering a sacrifice to the God of meanings. So why does the poet say that we are offering a sacrifice to the God of meanings? The poet says that we are offering a sacrifice to the God of meanings because when we stammer, God of meanings gets some time to choose the next word. When a whole people stammer, whole people means a group of people stammer becomes their mother tongue. Stammer mother tongue ആയിട്ട് മാറും. So when does stammer become the mother tongue? When a whole people stammer. അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന സിനിമയിൽ കൂനന്മാർ മാത്രമുള്ളൊരു നാടായപ്പോൾ അത് കൂനന്മാരുടെ നാടായി മാറി. അതേപോലെ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് സ്റ്റാമർ ചെയ്താൽ സ്റ്റാമർ മദർ ടങ് ആവും. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് വിത്ത് അസ് നൗ. കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ അതേപോലെ. ഈ ഫ്രേസിൻ്റെ അർത്ഥം ചോദിച്ചിട്ടുണ്ട്. എന്താ ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് വിത്ത് അസ് നൗ? ഇന്നത്തെ കാലത്ത് എങ്ങനെയൊക്കെയാണോ അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ എന്തുവാ? വെൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റമാണ്. വെൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകൾ അസംബിൾ ടുഗെദർ, ഒരുമിച്ച് ചേർന്നിട്ട്, ആൻഡ് ട്രൈ ടു അച്ചീവ് സംതിങ്, എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ചേർന്നിട്ട് എന്തെങ്കിലും നേടിയെടുക്കാൻ ശ്രമിച്ചാൽ ഇറ്റ് ബിക്കംസ് ഈസിലി പോസിബിൾ. അവരെ സംബന്ധിച്ച് അത് വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നു. അല്ലേ? വെൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അസംബിൾ ടുഗെദർ ആൻഡ് ട്രൈ ടു അച്ചീവ് സംതിങ് ഇറ്റ് ബിക്കംസ് പോസിബിൾ. പോയറ്റ് എന്തിനെ ലാഫ് ചെയ്യുന്നത്? ദ പോയറ്റ് കളിയാക്കുവാണ്. എന്തിനെ? ഈസ് ലാഫിങ് അറ്റ് ദ corrupt political, social and religious systems. കവി നമ്മുടെ നാട്ടിലെ കറപ്റ്റായിട്ടുള്ള, അഴിമതി നിറഞ്ഞ, പൊളിറ്റിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള, മതപരമായിട്ടുള്ള സിസ്റ്റത്തെ കളിയാക്കുകയാണ്. സോ when does stammer become mother tongue? When a whole people stammer.
What does the phrase just as it is with us now mean? That means when a group of people assemble together and try to achieve something, it becomes possible. അല്ലേ, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചേർന്ന് എന്ത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാലും നമ്മുടെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് അത് പോസിബിളാണ്. സോ ദ പോയിറ്റ് ഈസ് ട്രൈയിങ് ടു ലാഫ് അറ്റ് ദ കറപ്റ്റ് പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് റിലീജിയസ് സിസ്റ്റംസ്. ലെറ്റ് us go to the last part. God too must have stammered. God too must have stammered when he created man. ഹീയുടെ എച്ച് ക്യാപിറ്റൽ എഴുതിയത് ഗോഡ് ആയതുകൊണ്ടാണ്. സോ ഗോഡ് ഓൾസോ മസ്റ്റ് ഹാവ് സ്റ്റാമേർഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം പോലും വിക്കി കാണുമെന്ന കവി പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് വൈ, കാരണം ഓൾ ദ വേർഡ്സ് ഓഫ് മാൻ ക്യാരി ഡിഫറെൻറ്റ് മീനിങ്സ്. മനുഷ്യൻ്റെ വാക്കുകൾക്കെല്ലാം ഓരോ വാക്കിനും ഓരോ മീനിങ്ങാണ്, ശരിയല്ലേ? സോ എന്തുകൊണ്ടാണ്? why do the words of man carry different meaning? അങ്ങോട്ട് God must have stammered when he created man. ദൈവം വിക്കി കാണും മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ. ഇനി തിരിച്ചു ചോദിച്ചേ, why does the poet say that God must have stammered when he created man? Because the words of man carry. Why does the poet say that God too must have stammered when he created man? Because the words of man carry different meaning. തിരിച്ചും മറിച്ചും ആൻസർ ആയിട്ട് പറയുക. മാത്രമല്ല ഒരു കാരണം കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് വൈ എവറിത്തിങ് ഹി അട്ടേഴ്സ്, എന്തൊക്കെ മനുഷ്യൻ ഉരുവിട്ടാലും അട്ടർ ചെയ്താലും ഉരുവിട്ടാലും പറഞ്ഞാലും, ഫ്രം ഹിസ് പ്രേയേഴ്സ്, പ്രാർത്ഥന മുതൽ, ടു ഹിസ് കമാൻഡ്സ്, ആജ്ഞകൾ വരെ, ഹീ സ്റ്റാമേഴ്സ്, അവൻ സ്റ്റാമർ ചെയ്യും. വാട്ട് എവർ ഹി അട്ടേഴ്സ് ഫ്രം ഹിസ് പ്രേയേഴ്സ് ടു ഹിസ് കമാൻഡ്സ് സ്റ്റാമർ ചെയ്യും എന്നാണ്. എന്തുകൊണ്ടാണ് പ്രേയേഴ്സും കമാൻഡ്സും പറയാൻ കാരണം? പ്രേയർ എന്ന് വെച്ചാൽ സബ്ലൈമസ്റ്റ് ഫോം ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. സബ്ലൈമസ്റ്റ് ഫോം ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും മനോഹരമായ, ഏറ്റവും സബ്ലൈമായിട്ടുള്ള, ഏറ്റവും മഹത്തരമായ ഫോമാണ് പ്രേയർ. ഏറ്റവും മോശം ഫോം ചീത്തവിളിയാണ്, പക്ഷേ കവി അതിവിടെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് കമാൻഡിനെ ദ വേഴ്സ്റ്റ് ഫോം ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ എഴുതാം. ദ വേഴ്സ്റ്റ് ഫോം ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വേഴ്സ്റ്റായിട്ടുള്ള ഫോമാണ് കമാൻഡ്. സോ ഗോഡ് ടു മസ്റ്റ് ഹാവ് സ്റ്റാമേർഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം പോലും വിക്കി കാണും. വൈ? ബിക്കോസ് ഓൾ ദ വേർഡ്സ് ഓഫ് മാൻ ക്യാരി ഡിഫറെൻറ്റ് മീനിങ്സ് ആൻഡ് എവറിത്തിങ് ഹി അട്ടേഴ്സ് ഫ്രം ഹിസ് പ്രേയേഴ്സ് ടു ഹിസ് കമാൻഡ്സ് ഹി സ്റ്റാമേഴ്സ്. ഈ രണ്ട് കാരണം, ദൈവം വിക്കി എന്ന് പറയാൻ കാരണം എന്താ? all the words of man carry different meanings and everything he utters from his prayers to his commands he stammers, like poetry. The poet says that the poet also stammers. നിങ്ങൾക്ക് ആശയങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പോയറ്റും മനുഷ്യനല്ലേ, കവിയും സ്റ്റാമർ ചെയ്യും എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ. എ ബ്യൂട്ടിഫുൾ, എ വണ്ടർഫുൾ പോയം. നമ്മൾ പോയം അവിടെ നിർത്തുന്നു. സ്റ്റാമർ എന്നുള്ള പോയം പഠിക്കും. +2 പഠിക്കാനുള്ള ഏറ്റവും വലിയ പോയമാണ് റൈസ്. സിമ്പിൾ പോയമാണെങ്കിലും വലിയ പോയമായതുകൊണ്ട് അത് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ചോദിക്കാം. ഒരു സറ്റയറാണ്, ഒരു മലയാള കവിത ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ചെമ്മനം ചാക്കോയുടെ കവിത പ്രൊഫസർ കെ അയ്യപ്പ പണിക്കർ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. സ്റ്റാമർ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന മഹാനായ കവിയുടെ വരികളാണ്. അപ്പോൾ എല്ലാം മലയാള കവിതകളാണ്, മലയാളികൾ എഴുതിയ കവിതകളാണ്. അതുമാത്രമല്ല ഈ പോയം കമ്പാരിസണും ചോദിക്കാം, അതുകൊണ്ട് ശരിക്കും പഠിക്കുക. റൈസ്. ഐ കം ഹോം അറ്റ് ദ എൻഡ് ഓഫ് 4 years ഓഫ് റിസർച്ച് ഇൻ നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിൽ 4 വർഷത്തെ റിസർച്ചിന് ശേഷം ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ കവി സ്വന്തം അനുഭവം പറയുകയാണ്. ഹാവിങ് ഏൺഡ് എ ഡോക്ടറൽ ഡിഗ്രി, അദ്ദേഹത്തിന് ഒരു ഡോക്ടറേറ്റ് കിട്ടി, അദ്ദേഹം ഒരു ഡോക്ടറൽ ഡിഗ്രി ഏൺ ചെയ്തു. ആൻഡ് ജനറസ് പ്രൈസ്, അദ്ദേഹം പുകഴ്ത്തപ്പെട്ടു. ഫോർ മൈ വർക്ക് ഓൺ മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്, അദ്ദേഹത്തിൻ്റെ PhD എന്തിലാണ്? ഓൺ മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്, ഉമി കൊണ്ട് കളിപ്പാട്ടം ഉണ്ടാക്കുക. അപ്പോൾ ഉമി കൊണ്ട് കളിപ്പാട്ടം ഉണ്ടാക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് PhD കിട്ടി. മാത്രവുമല്ല അദ്ദേഹത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടി. എത്ര നല്ല വർക്കായിരുന്നു. ബോർഡ് വിത്ത് ഈറ്റിംഗ് ചപ്പാത്തീസ് ഡേ ആഫ്റ്റർ ഡേ, എല്ലാ ദിവസവും ചപ്പാത്തി കഴിച്ച് അദ്ദേഹം നോർത്ത് ഇന്ത്യയിലാണ്. കണ്ടോ, നോർത്ത് ഇന്ത്യയിലാണ് റിസർച്ച് ചെയ്ത്, നോർത്ത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് ചപ്പാത്തി കഴിച്ച് ബോറടിച്ച് അദ്ദേഹം ഐ എം ഈഗർ ടു ഈറ്റ് എ മീൽ ഓഫ് അത്തിക്കിര റൈസ്. അത്തിക്കിര റൈസ് എന്ന് പറയുന്നത് നാടൻ വെറൈറ്റി റൈസാണ്. ഒരു അത്തിക്കിര റൈസിൻ്റെ ഒരു വെറൈറ്റി കഴിക്കാനായിട്ട് ഈഗറായിട്ട് താല്പര്യത്തോടു കൂടി അദ്ദേഹം ഇരിക്കുകയാണ്. ഇറ്റ് വിൽ ബി ദ പ്ലാന്റിംഗ് സീസൺ വെൻ ഐ ഗെറ്റ് ദെയർ, ഞാൻ എൻ്റെ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ദ പ്ലാന്റിംഗ് സീസൺ, അവിടെ എല്ലാം കൃഷി ഇറക്കുന്ന സമയമായിരിക്കും. അപ്പം ഇറ്റ് ഈസ് എ ഡ്രീം അബൌട്ട് ഹിസ് ഹോം ലാൻഡ്, കവിയുടെ ഡ്രീമാണ്. റൈസിൻ്റെ ആദ്യത്തെ പാർട്ടിൽ ഇറ്റ് ഈസ് എ ഡ്രീം അബൌട്ട് ഹിസ് ഹോം ലാൻഡ്, കവി തൻ്റെ ഹോം ലാൻഡിനെ പറ്റി ഡ്രീം ചെയ്യുകയാണ്. ബട്ട് ദ ഹോം ലാൻഡ് ബിക്കംസ് എ ഡ്രീം ലാൻഡ് ഇൻ ദ സെക്കൻഡ് പാർട്ട്.
ഹോം ലാൻഡ് സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഒരു ഡ്രീം ലാൻഡായിട്ട് മാറും. ആൻഡ് മൈ ഫാദർ, എൻ്റെ അച്ഛൻ, ഹിസ് ഹാൻഡ്ലൂം ധോത്തി സ്റ്റെയിൻഡ് വിത്ത് യെല്ലോ മഡ്, അച്ഛൻ്റെ കൈത്തറി കൊണ്ടുള്ള മുണ്ടേ മുഴുവൻ യെല്ലോ മഡ്, ചെളി പറ്റിയിരിക്കുക, കാരണം അച്ഛൻ പാടത്ത് നിൽക്കുകയാണ്. എക്സൈറ്റഡ് അബൌട്ട് ദ വാട്ടേഴ്സ് ഓഫ് ദ വരങ്കനാൽ കനാൽ, വരങ്കനാൽ കനാലിൽ കൃഷി ഇറക്കുന്ന സമയത്ത് വരുന്ന വെള്ളത്തെപ്പറ്റി എക്സൈറ്റഡ് ആയിട്ട് അച്ഛൻ അവിടെ നിൽക്കുകയാണ്. വിൽ ഗ്രീറ്റ് മീ ഫ്രം ദ ഫീൽഡ്സ് ബിലോ അവർ ഹൗസ്, ഞങ്ങളുടെ വീടിന് താഴെയുള്ള വയലുകളുടെ അവിടെ വെച്ച് എന്നെ ഗ്രീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് അച്ഛനെ ആയിരിക്കും. അച്ഛൻ എന്നെ വയലിൻ്റെ അവിടെ വെച്ച് ഗ്രീറ്റ് ചെയ്യും. എമിഡ്സ് ദ ഷൗട്ട്സ് ഓഫ് പ്ലോയിങ് വിത്ത് സെവറൽ ഓക്സൻ, ഓക്സിൻ്റെ പ്ലൂറലാണ്. കാളകളെയും കൊണ്ട് നിലമുഴുന്നതിൻ്റെ ഷൗട്ട്, ബഹളങ്ങൾ കേൾക്കുന്നതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് അച്ഛൻ എന്നെ ഹായ് പറയും, അച്ഛൻ എന്നെ വിഷ് ചെയ്യും. ദ ഓക്സൻ വിൽ സ്റ്റോപ്പ്, കാളകളൊക്കെ നിൽക്കും. വെൻ ദേ സീ മീ വാക്കിംഗ് വിത്ത് മൈ സ്യൂട്ട് കേസ്, ഞാൻ എൻ്റെ സ്യൂട്ട് കേസുമായിട്ട് നടക്കുന്ന കാണുമ്പോൾ കാളകൾക്ക് എന്നെ പരിചയമുണ്ടല്ലോ, അവർ നിൽക്കും, അവർക്ക് പോലും എന്നോട് സ്നേഹമുണ്ട്, അവർ പോലും എന്നെ ഓർക്കും. ആൻഡ് മൈ ഫാദർ, ഇനി എൻ്റെ അച്ഛൻ്റെ കാര്യമാണല്ലോ. വിതൗട്ട് സ്മൈലിംഗ് ദ സ്മൈൽ സ്ലോലി ഫോമിങ് ഓൺ ഹിസ് ലിപ്സ്, അച്ഛൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ ചിരി, അത് ചിരിക്കാതെ, അത് പ്രകടിപ്പിക്കാതെ. ഇപ്പോൾ മകനെ കണ്ട് 5 വർഷത്തിന് ശേഷം 4 വർഷത്തിന് ശേഷം മകനെ കണ്ടതിൻ്റെ സന്തോഷമാണ് അച്ഛന്. ആ ചിരി, അച്ഛൻ ഒരു ഓർത്തഡോക്സിക്കൽ ഫാദറാണ്, അച്ഛനായിരിക്കണം, അങ്ങനെയൊന്നും ചിരിക്കാൻ പാടില്ല. മകനെ കണ്ടപ്പോൾ ഉള്ളിൽ നിന്ന് സന്തോഷം വന്നൊരു ചിരി വന്നെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാതെ വിൽ കോൾ ഫ്രം ദ ഫീൽഡ്, വയലിൽ നിന്ന് വിളിച്ചു ചോദിക്കും. ആൻഡ് വെൻ ഡിഡ് യു സ്റ്റാർട്ട് ഫ്രം ദെയർ, നീ എപ്പോഴും അവിടെ നിന്ന് തിരിച്ചേ? അച്ഛൻ്റെ സീരിയസ്നെസ് കാണിക്കണമല്ലോ അല്ലേ. വെൻ ഡിഡ് യു സ്റ്റാർട്ട് ഫ്രം ദെയർ. അപ്പോൾ അച്ഛൻ എന്നോട് എപ്പോഴത് തിരിച്ചതെന്ന് ചോദിക്കും. മൈ ലിറ്റിൽ ബ്രദർ, അടുത്തത് ഞാൻ കാണുന്നത് എൻ്റെ അനിയനെയാണ്. ക്യാരിയിങ് ദ ടെൻഡർ സാപ്ലിങ്സ് ടു ബി പ്ലാന്റഡ് ഇൻ ദ ഫീൽഡ് വെയർ ദ പ്ലോയിങ് ഈസ് ഡൺ, പ്ലോയിങ് നടക്കുന്ന സ്ഥലത്ത്, നിലം ഉഴുതു മറിക്കുന്ന സ്ഥലത്ത് നടുവാനുള്ള ടെൻഡർ സാപ്ലിങ്ങുമായിട്ട്, വിത്തുമായിട്ട് എൻ്റെ ബ്രദർ ഓടി വരും. വിൽ റൺ വെൻ ഹി സീസ് മീ, എന്നെ കാണുമ്പോൾ ഒറ്റ ഓട്ടമാണ്. ആൻഡ് കോൾ ഔട്ട് ലൗഡ് വിത്തിൻ ഇയർ ഷോട്ട് ഓഫ് ദ ഹൗസ്, വീട്ടിൽ നിന്ന് വിളിച്ച് പറയുന്ന ദൂരത്ത് നിന്ന് കേൾക്കാൻ പറ്റും. മദർ, ബ്രദർ ഹാസ് അറൈവ്ഡ്, അമ്മേ ചേട്ടൻ വന്നു എന്ന് ഇയർ ഷോട്ട് ഓഫ് ദ ഹൗസ്, വീട്ടിൽ നിന്ന് കേൾക്കാവുന്ന ഉച്ചത്തിൽ വിളിച്ചു പറയും. എന്നെ കാണുമ്പോൾ ഓടി വീട്ടിലേക്ക് ചെന്നിട്ട് അമ്മേ ചേട്ടൻ വന്നു എന്ന് പറയും. വോക്കിംഗ് കോഷ്യസ്ലി അലോങ് ദ ഡൈക്ക്, ഡൈക്ക് എന്ന് വെച്ചാൽ വരമ്പ്, പാടവരമ്പത്തൂടെ കോഷ്യസ് ആയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ നടക്കും. സോ ആസ് നോട്ട് ടു അപ്സെറ്റ് ദ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് സീഡ്സ്, വരമ്പത്ത് നിറയെ ബാസ്ക്കറ്റാണ്, വിത്ത് നിറച്ച് വെച്ചിരിക്കുന്ന ബാസ്ക്കറ്റ് അപ്സെറ്റ് ചെയ്യാതെ, തട്ടിമറിച്ചിടാതെ വളരെ ശ്രദ്ധയോടെ ഞാൻ ഡൈക്കിൽ കൂടെ നടക്കും. ഐ വിൽ റീച്ച് ഹോം ഇൻ ഗുഡ് ടൈം, നല്ല സമയത്ത് ഞാൻ വീട്ടിൽ ചെല്ലും. വാട്ട് ഈസ് എ ഗുഡ് ടൈം? ദ മീൽ ടൈം, ആഹാരം കഴിക്കുന്ന സമയം. അറ്റ് ലാസ്റ്റ് ജസ്റ്റ് ആസ് മൈ മദർ ഡ്രെയിൻസ് ദ വെൽ കുക്ക്ഡ് റൈസ്, നന്നായിട്ട് വേവിച്ചെടുത്ത അരി അമ്മ ഡ്രെയിൻ ചെയ്യുമ്പോൾ, അമ്മ ഊറ്റുന്ന സമയത്താണ് ഞാനവിടെ ചെല്ലുക. ഓ ട്രെയിൻ വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ, അല്ലയോ ട്രെയിനെ. അപ്പോൾ ട്രെയിനിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എന്ത് ഫിഗർ ഓഫ് സ്പീച്ചാ? ദിസ് ഈസ് അപ്പോസ്ട്രോഫെ. എന്തിനേലെ അഡ്രസ്സ് ചെയ്ത് പറഞ്ഞാൽ അത് അപ്പോസ്ട്രോഫയാണ്. ഓ ട്രെയിൻ വേണേൽ പെർസോണിഫിക്കേഷൻ എന്നും പറയാം, ട്രെയിനിനെ വിളിച്ചല്ലോ, അതുമുണ്ട്, പെർസോണിഫിക്കേഷനും ഉണ്ട്. ഓ ട്രെയിൻ വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ, ട്രെയിനെ ഒന്ന് വേഗം ഓടൂ. ലെറ്റ് മീ ഗെറ്റ് ഹോം ക്വിക്ക്ലി, ഞാൻ എൻ്റെ വീട്ടിലൊന്ന് പെട്ടെന്ന് ചെല്ലട്ടെ. ആൻഡ് ഈറ്റ് മൈ ഫിൽ, എന്നിട്ട് വയറ് നിറച്ച് കഴിക്കട്ടെ. ഈറ്റ് മൈ ഫിൽ എന്ന് വെച്ചാൽ വയറ് നിറച്ച് കഴിക്കുക. അപ്പോൾ ദാഹം ശമിപ്പിക്കാൻ എങ്ങനെ പറയും? ക്വെഞ്ച് വൺസ് തേഴ്സ്റ്റ്, ഒരാൾ ദാഹം ശമിപ്പിക്കുക, ക്വെഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. ക്വെഞ്ച് വൺസ് തേഴ്സ്റ്റ്. ഈറ്റ് മൈ ഫിൽ എന്ന് വെച്ചാൽ വയറ് നിറച്ച് കഴിക്കുക. ക്വെഞ്ച് വൺസ് തേഴ്സ്റ്റ് എന്ന് വെച്ചാൽ ദാഹം ശമിപ്പിക്കുക. So this is the second part. So in the first part we see the poet's aspirations of his homeland, the poet's dreams about his homeland. കവിയുടെ സ്വന്തം ഹോംലാൻഡിനെ പറ്റിയുള്ള സ്വപ്നങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കാണുന്നത്. Now the second part. The bus stops on the road across from the house. വീട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ ബസ് നിൽക്കും. When I left this place, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ palm thatched houses could be seen in the distance. On the right സൈഡിൽ ഇൻ ദ ഡിസ്റ്റൻസ്, അങ്ങ് ദൂരെ പാം താച്ച്ഡ് ഹൗസസ് കുഡ് ബി സീൻ, ഓലമേഞ്ഞ വീടുകൾ കാണാമായിരുന്നു, പാം താച്ച്ഡ് ഹൗസസ് കാണാമായിരുന്നു. ബട്ട് നൗ ദെയർ ഇസ് നത്തിങ്, പക്ഷേ ഇപ്പോൾ അവിടെ ഒന്നുമില്ല. എക്സെപ്റ്റ് ഫോർ ട്രീസ്, ഒൺലി ഫോർ ട്രീസ്, മരങ്ങളല്ലാതെ അവിടെ വേറെ ഒന്നുമില്ല. ഹൗ ദ പ്ലേസ് ഹാസ് ചേഞ്ച്ഡ്, ഈ സ്ഥലമൊക്കെ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. സോ വെൻ ഐ കം ബാക്ക് ദ പ്ലേസ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. റബ്ബർ പ്ലാന്റ്സ് ട്വൈസ് മൈ ഹൈറ്റ്, എൻ്റെ ഇരട്ടി ഉയരമുള്ള റബ്ബർ മരങ്ങൾ നൗ സ്റ്റാൻഡ് ഇൻ റോസ്, വരിവരിയായി നിൽക്കുന്നു. എറൗണ്ട് മീ ഓൺ ദ റിഡ്ജ്, ആ പാടവരമ്പത്തെമ്പാടും എനിക്ക് ചുറ്റും ഇങ്ങനെ വരിവരിയായിട്ട് റബ്ബർ മരങ്ങൾ നിൽക്കുന്നു. വേർ മോഡൻ ആൻഡ് വെള്ളാരൻ, മോഡനും വെള്ളാരനും നാടൻ നെൽവിത്തുകളാണ്. യൂസ് ടു ബി സോൺ എന്ന് വെച്ചാൽ വിതയ്ക്കുക. ഒരു കാലത്ത് മോഡനും വെള്ളാരനും കൃഷി ചെയ്ത ഈ സ്ഥലത്തെല്ലാം ഇപ്പോൾ റബ്ബർ മരങ്ങൾ, എൻ്റെ ഇരട്ടി ഉയരമുള്ള ട്വൈസ് മൈ ഹൈറ്റ്, എൻ്റെ ഇരട്ടി ഉയരമുള്ള റബ്ബർ മരങ്ങൾ വരിവരിയായി. ദേ സ്റ്റാൻഡ് ഇൻ റോസ്.
the rubber trees twice the poet's height stand in rows and confuse my path as I walk home. ഞാൻ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഈ റബ്ബർ മരങ്ങൾ എൻ്റെ വഴിയെ എന്നെ ഡൗട്ട്ഫുൾ ആക്കുന്നു. കാരണം ഞാൻ പോകുമ്പോൾ ഇങ്ങനെ അല്ല ഇവിടെ, ഇപ്പം എനിക്ക് വഴി പോലും സംശയമുള്ളതാവും. There is no bustle of men below. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കൃഷിയുടെ ബഹളം കേൾക്കാമെന്നാണ് വിചാരിച്ചത്. ആ ബസ്സിൽ ബഹളമൊന്നുമില്ല. No shouts of plowing. നിലം ഉഴുന്നതിൻ്റെ ശബ്ദമില്ല. And when I look, ഞാൻ നോക്കുമ്പോൾ the whole field is planted over with arecanut palms. ആ വയലുകൾ നിറയെ അരക്കനട്ട് പാംസ് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്, കവുങ്ങുകളും മറ്റും നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. ആൻഡ് ഇൻ ദ കോർണർ, അങ്ങ് മൂലയ്ക്ക് എലോങ് ദ കനാലിൻ്റെ സൈഡിൽ സ്റ്റാൻഡ് ദ ഡീൽവുഡ് ട്രീസ്. കനാലിനോട് ചേർന്ന് ഡീൽവുഡ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് തടിക്ക് വേണ്ടി. ഐ എൻ്റർ ദ ഹൗസ്. അവസാനം ഞാൻ വീട്ടിലെത്തി. ബിയോണ്ട് ദ സദേൺ വിങ്, അങ്ങ് തെക്ക് ഭാഗത്ത് നിന്ന് മൈ ഫാദർ ഈസ് വാച്ചിങ് ദം ഫിക്സ് അപ്പ് ദ മെഷീൻ ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്സ്. റബ്ബർ ഷീറ്റ് ഉണ്ടാക്കാനുള്ള മെഷീൻ അവർ ഫിക്സ് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് അച്ഛൻ നിൽക്കുകയാണ്. ഹൗ ഹാപ്പി ആൻഡ് കണ്ടൻറ്റഡ് ദ ലുക്ക് ഓൺ ഹിസ് ഫേസ്. അച്ഛൻ്റെ മുഖം നോക്കണം. ഹൗ ഹാപ്പി, എത്ര സന്തോഷം. ആൻഡ് കണ്ടൻറ്റഡ്, സാറ്റിസ്ഫൈഡ്. അച്ഛൻ്റെ മുഖത്ത് നിറയെ സംതൃപ്തിയാണ്. അച്ഛൻ ഹാപ്പിയാണ്. മൈ ഫാദർ സേസ്, അച്ഛൻ പറയുകയാണ് വിത്ത് ഒബ്വയസ് പ്രൈഡ്, വലിയ അഭിമാനത്തോടെ പറയണം. ഒബ്വയസ് എന്ന് വെച്ചാൽ ക്ലിയർ, വലിയ അഭിമാനത്തോടെ പറയുകയാണ്. സൺ, മകനെ, വി ഹാവ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൺ ഓൾ ദ റൈസ്. മകനെ, ഞങ്ങൾ നെൽകൃഷിയൊക്കെ നിർത്തിയടാ. വി ഹാവ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൺ ഓൾ ദ റൈസ്. ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻകൺവീനിയൻറ്റ്. എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു അറിയാമോ? ഇൻകൺവീനിയൻ്റ് ആയിരുന്നു നെൽകൃഷി. ദ ഫാർമർ ഗെയിൻ നത്തിങ്. വി ഗെയിൻ നത്തിങ് എന്നല്ല പറഞ്ഞത്, വലിയ ഫിലോസഫിക്കൽ ലാംഗ്വേജിലാണ് പറഞ്ഞത്. ഫാർമർ ഗെയിൻ നത്തിങ്, മോനെ കർഷകനൊന്നും കിട്ടത്തില്ലടാ നെൽകൃഷിയിൽ നിന്ന്. എന്തൊരു ഇൻകൺവീനിയൻ്റ് ആണ്. ഒൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് നൗ ഫോർ ഗെയിൻ. ഒൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ്. മണ്ടന്മാരാണിപ്പം നെൽകൃഷിയുടെ പുറകിന് പോകുന്നത്. ഫോർ ഗെയിൻ, ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നെൽകൃഷിയുടെ പുറകിന് പോകുന്നത് മണ്ടന്മാരാണ്. ആൻഡ് ദിസ് ഈസ് ബെറ്റർ മണി. ഇത് നല്ല പണമാണ്. റബ്ബർ കൃഷിയിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ കിട്ടും. വാട്ട് ഗുഡ് ടൈംസ്. എന്തൊരു നല്ല സമയമാണെന്ന് നോക്കി. ദ ഗവൺമെൻറ് ഗീവ്സ് റൈസ് ടു ദോസ് ഹു ഡോണ്ട് ഹൗ പാഡി ഫീൽഡ്സ്. പാഡി ഫീൽഡ്സ് ഇല്ലാത്ത ആളുകൾക്ക്, നെൽകൃഷി ഇല്ലാത്ത ആളുകൾക്ക് ദ ഗവൺമെൻറ് ഗീവ്സ് റൈസ്. ഗവൺമെൻറ് നെല്ല് കൊടുത്തോളും. മൈ ലിറ്റിൽ ബ്രദർ റൺസ് ഇൻ ടു മീറ്റ് മീ. എൻ്റെ അനിയൻ അപ്പോൾ എന്നെ കാണാൻ വേണ്ടി ഓടി വരികയാണ്. ഹി റൺസ് ഇൻ ടു മീറ്റ് മീ. ഞാൻ ഈഗർ ടു ഹാവ് എ ഫുൾ മീൽ ഓഫ് അത്തിക്കിര റൈസ്. അത്തിക്കിര റൈസ് കൊണ്ട് വയറ് നിറച്ച് കഴിക്കാൻ വന്ന ഞാൻ, അനിയൻ അന്നേരം എന്നെ കാണാൻ വരിക. ഹീ ഈസ് ക്യാരിയിങ് ദ റേഷൻ ഫോർ ദ ഹോൾ ഹൗസ് ഹോൾഡ്. ആ വീടിന് വേണ്ടിയുള്ള റേഷനും കൊണ്ടാണ് അനിയൻ്റെ വരവ്. ഹി ട്രിപ്സ് ഓവർ സംതിങ്. ട്രിപ്പ് ഓവർ വെച്ചാൽ തട്ടി വീഴുക. അനിയൻ എന്തെങ്കിലും തട്ടി വീണു. ആൻഡ് സ്കാറ്റേഴ്സ് ദ വീറ്റ് ഓൾ ഓവർ ദ യാർഡ്. എന്നിട്ട് ആ ഗോതമ്പ് അവിടെ എല്ലാം ചിതറിക്കിടക്കുകയാണ്. എബവ് വസ്, ഞങ്ങൾക്ക് മുകളിൽ, എ ഷിപ്പ് ഓഫ് ദ സ്കൈ. ഷിപ്പ് ഓഫ് ദ സ്കൈ എന്ന് വെച്ചാൽ എന്തുവാ? എയറോപ്ലെയിൻ. എന്ത് ഫിഗർ ഓഫ് സ്പീച്ചാ? ഒന്നിനെ വേറൊന്നെന്ന് വിളിച്ചാൽ അത് മെറ്റഫറാണ്. എയറോപ്ലെയിൻ എന്ന് പറയുന്നതിന് പകരം ഷിപ്പ് ഓഫ് ദ സ്കൈ എന്ന് പറയും. എ ഷിപ്പ് ഓഫ് സ്കൈ റോർസ് നോർത്ത് വേർഡ്. അങ്ങ് വടക്കോട്ട് പോയിട്ടുണ്ട് ഒരു എയറോപ്ലെയിൻ. ഡ്രോണിങ് മൈ ബ്രദേഴ്സ് ലൗഡ് ക്രൈസ്. എൻ്റെ അനിയൻ്റെ ശബ്ദത്തെ എല്ലാം ഡ്രൗൺ ചെയ്തുകൊണ്ട്, മുക്കിക്കൊണ്ട്, ആ ശബ്ദം മുക്കിക്കൊണ്ടൊരു എയറോപ്ലെയിൻ പോയിരിക്കുക അങ്ങ് നോർത്തിലോട്ട്. ദ ചീഫ് മിനിസ്റ്റർ ഈസ് ഓഫ് ലൈക്ക് ആൻ ആരോ ടു ദ സെൻറ്റർ ടു ക്ലാമർ ഫോർ മോർ ഗ്രെയിൻസ്. കൂടുതൽ ഗ്രെയിൻ കിട്ടാൻ, കൂടുതൽ ധാന്യം കിട്ടാൻ വേണ്ടി, അതിനുവേണ്ടി ക്ലാമർ ചെയ്യാൻ, മുറവിളി കൂട്ടാൻ വേണ്ടി ചീഫ് മിനിസ്റ്റർ സെൻറ്ററിലേക്ക് പോയിരിക്കുക, ഡൽഹിക്ക് പോയിരിക്കുകയാണ്. നൗ ഫ്ലൈയിങ് ഹൈ അബോവ് ദ ക്യാഷ് ക്രോപ്സിന് മുകളിലൂടെ, നാണ്യവിളകൾക്ക് മുകളിലൂടെ അദ്ദേഹം പറക്കുന്നത്. നൗ ഗ്രോയിങ് ടോൾ ലൈക്ക് ട്രീസ്. മരങ്ങൾ പോലെ ഉയരത്തിൽ നിൽക്കുന്ന ക്യാഷ് ക്രോപ്സിന് മുകളിലൂടെ അദ്ദേഹം അങ്ങ് ഡൽഹിക്ക് പോയിരിക്കുകയാണ്. സിൻസ് നോ വൺ ഹിയർ പ്രൊമോട്ട്സ് ദ ഫാമിംഗ് ഓഫ് റൈസ്. ഇവിടെ ഒരാൾ പോലും റൈസ് ഫാമിങ്ങിനെ, നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെൻറ്റർ ടു. നമുക്ക് കുറച്ച് ഉമിയുടെ സെൻറ്ററിൽ നിന്ന് കിട്ടുമോ? ടു മേക്ക് ടോയ്സ് വിത്ത് ഇറ്റ്. അതിൽ നിന്ന് കളിപ്പാട്ടം ഉണ്ടാക്കാൻ. അപ്പം ഞാൻ ഉത്തരേന്ത്യയിൽ പോയി മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്കിൽ PhD എടുത്തിട്ട് നാട്ടിൽ വന്നപ്പോൾ നാട്ടിൽ ഉമിയില്ല. ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെൻറ്റർ ടു മേക്ക് ടോയ്സ് വിത്ത് ഇറ്റ്? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഇറ്റ്സ് എ റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ. ഉത്തരവില്ലാത്ത ചോദ്യമാണ്. So that is all about rice. Thank you.